ഞാൻ നിന്നെ കാണാൻ വേണ്ടി തന്നെ ഇവിടെ ഇരുന്ന്. എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പറയാനുള്ളത് നിന്റെ അമ്മമ്മയെ കുറിച്ച് തന്നെയാ. നിന്റെ അമ്മയായി പോയവരുടെ അമ്മയെ കുറിച്ച്. ഭാര്യയായി പിരിഞ്ഞെങ്കിലും എന്റെ മദർലോയായിട്ട് യാതൊരു തർക്കവും നിലവിലില്ല. ഇനി അഭിപ്രായ വ്യത്യാസമോ തർക്കമോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം നൽകാൻ തൽക്കാലം എനിക്ക് സാധ്യവുമല്ല. സാർ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? പറഞ്ഞു തുടങ്ങിയല്ലേ ഉള്ളൂ, പറയട്ടെ. പൊതുവെ അമ്മ ഒരു പരിക്കൻ സ്വഭാവക്കാരിയാ, വളരെ സ്ട്രിക്റ്റ്. ആ സ്വഭാവം വെച്ച് അമ്മ നിന്നോട് എന്തെങ്കിലും പെരുമാറിയ നീ അമ്മയോട് തറുതല പറയാനൊന്നും ശ്രമിക്കരുത്. അമ്മമ്മ അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആണോ? സ്ട്രിക്റ്റ് ആണ്, വളരെ കർക്കശ സ്വഭാവക്കാരിയും. അപ്പൊ അമ്മമ്മയും സാറും തമ്മില് വലിയ വ്യത്യാസമൊന്നും ഇല്ലല്ലേ? പബ്ലിക്കിന്റെ മുൻപില് സാർ ചിരിച്ചു കാണിക്കുമെങ്കിലും എന്റെ മുൻപില് വളരെ ഗൗരവക്കാരന്. ഓ, പബ്ലിക്കിന്റെ മുൻപിൽ ചിരിച്ചില്ലെങ്കിൽ വോട്ട് കിട്ടില്ലല്ലോ. വോട്ട് കിട്ടാതെ മന്ത്രിയാവാനൊക്കോ? എനിക്കും ഒരു വോട്ടുണ്ട്, അത് സാറിനുള്ളതാ. മറന്നു കളയരുത്. മതി കളിയാക്കിയത്. ഇത് പറയാനാ ഞാൻ നിന്നെ ഇവിടെ പിടിച്ചു നിർത്തിയത്. തർക്കുത്തരം പറയിടുന്നു ഉപദേശിക്കാൻ തുടങ്ങിയപ്പോഴേ തർക്കുത്തരം തുടങ്ങി. അമ്മ ചിലപ്പോ ദേഷ്യപ്പെട്ട് സംസാരിച്ചു നോക്കിയിരിക്കും. ഇതുപോലെ അപ്പം മറുപടി പറയാനൊന്നും നിൽക്കരുത്. ഇല്ല. ഞാനിത് പ്രത്യേകം പറയാൻ കാരണം കുറച്ചു മുമ്പ് നീ അമ്മയോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ആ ധിക്കാരം അവരുടെ മുമ്പിൽ വേണ്ട, കേട്ടോ? ഡു യു അണ്ടർസ്റ്റാൻഡ്? യെസ് സർ. എന്താ നീ വിളിച്ചേ? സാറിന്. ആ വിളി ഇനി വേണ്ട. പരിഹാസം അയക്കോ? അത് എന്നെ ഒറ്റയ്ക്ക് കിട്ടുമ്പോ. അപ്പോ ഞാൻ സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്തോളാം. പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ അത് വേണ്ട. ആർ യു ലിസണിംഗ്? യെസ്, ഐ ആം ലിസണിംഗ് സർ. സോറി അച്ഛാ. അച്ഛന്മാര് പലരും ഗൗരവക്കാരും പരിക്കൻ സ്വഭാവക്കാരും ആയിരിക്കും. പക്ഷേ അച്ഛനെന്ന ഉച്ചാരണത്തിന് പോലും ഒരു ഉറപ്പുണ്ട്. അത് മറക്കാതെ മനസ്സിൽ സൂക്ഷിക്കുന്നത് നിനക്കെന്നല്ല, ഏത് മക്കൾക്കും നല്ലതാ. അച്ഛൻ എന്നെ സ്നേഹിച്ചാൽ മാത്രം മതി. എന്റെ അച്ഛന് വേണ്ടി ഞാൻ മരിക്കും. നീ എന്താ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ല അച്ഛാ. പറയരുത്. അച്ഛനും മകളും തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് മറ്റാരെയും മുമ്പിൽ അറിയിക്കേണ്ട കാര്യമില്ല. ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, അമ്മയോട് റെസ്പെക്റ്റോടുകൂടി മാത്രമേ സംസാരിക്കാവൂ. കാരണം അവരുടെ ഉള്ളിലെ വെളിച്ചം നീ കാണാൻ പോകുന്നതേ ഉള്ളൂ. അകലേ നോവിനാലേ